കൂട്ടുകാർക്കൊപ്പം കുഴിമന്തി കഴിച്ചതിനു പിന്നാലെ നഴ്സായ യുവതി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. വടക്കാഞ്ചേരി വാൽക്കുളമ്പ് സ്വദേശിനി ലെനയുടെ മരണം വിഷം ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ ഇത് കൊലപാതകമാണെന്ന ആരോപണവുമായി പിതാവ് രംഗത്തെത്തി. മകളെ ആസൂത്രിതമായി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതാണെന്നും ഇതിനു പിന്നിൽ 2 യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്നും പിതാവ് മുണ്ടപ്ലാക്കൽ ജോൺ ആലുവ റൂറൽ SP പരാതി നൽകി. കഴിഞ്ഞ മാസമായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. നഴ്സിംഗുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനായി ആലുവയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാണ് ലെന വീട്ടിൽ നിന്നും ഇറങ്ങിയത്. തൃശൂർ ഒളരിയിലെ മദർ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ലെന. സംഭവ ദിവസം രാവിലെ 11 മണിക്ക് ലെന അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ 4 മണിക്കൂറിന് ശേഷം ലഭിച്ചത് മകളുടെ മരണവാർത്തയാണെന്ന് പിതാവ് ജോൺ വേദനയോടെ ഓർക്കുന്നു. മാർച്ച് 24-ന് ആലുവയിൽ വെച്ച് സുഹൃത്തുക്കൾക്കൊപ്പം കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ ലെനയ്ക്ക് കടുത്ത അസ്വസ്ഥതയും ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. BP കുറഞ്ഞ അവശയായ ലെനയെ ആദ്യം സമീപത്തെ ആശുപത്രിയിലും പിന്നീട് രാജഗിരി ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നതായാണ് പിതാവിന് ലഭിച്ച വിവരം. ഭക്ഷണത്തിൽ നിന്നുള്ള വിഷബാധയാണെന്ന് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കുടുംബത്തിന്റെ സംശയം വർദ്ധിപ്പിച്ചു. വിഷം ഉള്ളിൽ ചെന്നാണ് ലെന മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ ലെനയ്ക്ക് ഇതിനിടയിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ആരോ മനഃപൂർവ്വം അപായപ്പെടുത്തിയെന്നുമാണ് കുടുംബം വിശ്വസിക്കുന്നത്. 2 യുവാക്കളുടെ പേര് പരാതിയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. മകൾക്ക് ഇത്തരം ഒരു ഗതി വന്നതുപോലെ ഇനി ആർക്കും സംഭവിക്കരുത്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് ജോണിന്റെ ആവശ്യം. ആലുവ റൂറൽ SP ഓഫീസിലെത്തി നേരിട്ടാണ് ജോൺ പരാതി നൽകിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.